ഹലോ കൂട്ടുകാരെ, എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ലൈക്ക് ചെയ്യാൻ കുറേ കൂട്ടുകാർ മറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യണേ എൻ്റെ ചാനൽ കേട്ടോ. പിന്നെ പുതിയതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് തിരക്കുണ്ട്, എപ്പോഴത്തെയും പോലെ തന്നെ ഒരിടം വരെ പോകണം നമുക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ അങ്കൂസിനെ എണീപ്പിച്ചാലോ. അപ്പം അങ്കൂസിനെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് ഇന്ന് അങ്കൂസിൻ്റെ സ്കൂളിലെ പരിപാടിയാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ട്, വാർഷിക ആഘോഷം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ എണീപ്പിച്ച് ആളെ കുളിയൊക്കെ കഴിഞ്ഞ് എപ്പോഴും നേരത്തെ എണീച്ച് തന്നെ കുളിപ്പിച്ച് അങ്ങോട്ട് വിടും കേട്ടോ. അപ്പോൾ ഈ ഉറക്കത്തിൻ്റെ ചടവൊക്കെ അങ്ങോട്ട് കഴിയുമല്ലോ, അങ്ങോട്ട് അവനെ കുളിപ്പിച്ച് പിന്നെ അവനെ ഇത്തിരി സന്തോഷിപ്പിക്കുക, ടാറ്റ എന്നൊക്കെ പറയേണ്ട അവന്. പിന്നെ അങ്ങനെ വാഷിംഗ് മെഷീനിൽ നിന്ന് തുണികളൊക്കെ എടുത്ത് ഞാനങ്ങനെ താഴേക്ക് അങ്ങനെ പോകുക കേട്ടോ. അപ്പം ഉണ്ട് താഴെ എത്തിയപ്പോൾ നമ്മുടെ ഉപ്പക്കുറുമ്പ് ഇതേപോലെ കുളിച്ചിട്ട് ഉണങ്ങാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേഗം ശരി കേട്ടോ അപ്പം ചുട്ടിട്ട് അഹിയാനിക്ക് അങ്ങോട്ട് കൊടുത്താൽ എന്തായാലും സമയമാവും അവൻ നിന്ന് മെല്ലെ തിന്ന് കഴിച്ചിട്ടൊക്കെ വരുമ്പോഴത്തേക്ക്. അപ്പോൾ അവനക്കുള്ളത് നേരത്തെ അങ്ങോട്ട് കൊടുത്താൽ 1 മണിക്കൂർ 2 മണിക്കൂർ ഇരുന്നോട്ടെ കൊണ്ട് കേട്ട്. പിന്നെ അലിഹാദിനുള്ള അപ്പോൾ അങ്ങോട്ട് വീഴ്ത്തി പിന്നെ അലിഹാദ് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ അവർ അങ്ങനെ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഒരു 9:30 പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് ഒരു പരിപാടിക്ക്. അപ്പോൾ ഇന്നിപ്പോൾ മത്തിയാണ്, മത്തി ചാറ് വെക്കാൻ വെച്ചിട്ടാട്ടോ, പിന്നെ കുറച്ച് പൊരിക്കാമെന്ന് വെച്ചിട്ടാട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നേരാക്കാനൊക്കെ നിന്നു. വേഗം ഇന്നിപ്പോൾ ചടപടേന്ന് പണിയൊക്കെ തീർക്കണമല്ലോ. കുട്ടികളുടെ സ്കൂളിൽ എന്നാണ് പരിപാടിയൊക്കെ ആണല്ലോ. അങ്ങോട്ട് എല്ലാം ചടപടേന്നാക്കി പിന്നെ മുളകൊക്കെ തിരുമ്പി അങ്ങനെ വെച്ചു. പിന്നെ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് മത്തി പൊരിക്കാം, കുറച്ചെടുത്ത് പൊരിക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ആക്കെ വെച്ച് എണ്ണയൊക്കെ ചൂടായ ശേഷം മത്തി ഓരോന്നങ്ങോട്ട് അടുക്കി അങ്ങനെ വെച്ചു കേട്ടോ. അടുക്കി ആക്കാനും വെച്ചു. അപ്പുറത്ത് കാര്യം വെച്ചാൽ പച്ചക്കറി ഇതിനുള്ള ആവശ്യത്തിനുള്ള ഉപ്പേരിക്ക് മുറിക്കുന്നുണ്ട്. പിന്നെ ഉള്ളിയെല്ലാം അവിടെ മുറിക്കുക കേട്ടോ. അപ്പുറത്ത് നിന്നിട്ട് മൊത്തത്തിൽ നമ്മൾ ഇങ്ങനെ രണ്ടുപേരും 2 സെക്ഷനായി നിന്ന് വേഗം പണിയൊക്കെ കഴിയുമല്ലോ. പിന്നെ ചാറിനുള്ള നോക്കണം കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി അങ്ങോട്ട് ചതച്ച് വെച്ചു, നമ്മുടെ കുഞ്ഞൂട്ടനിൽ ഇട്ടിട്ട് ചതച്ച് വെച്ചു. അപ്പോഴേക്കും നമ്മുടെ മീൻ മറിച്ചിടാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം മീനിനൊക്കെ അങ്ങോട്ട് മറിച്ചൊക്കെ ഇട്ട് ഒക്കെ ഒന്ന് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അങ്ങനെ ചാറിനുള്ളത് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചാറിന് വേഗം ചട്ടി വെച്ചു. ചട്ടി ഒക്കെ വെള്ളമൊക്കെ വടിഞ്ഞപ്പോൾ നമ്മൾ വേഗം കുറച്ച് എണ്ണ ഒക്കെ ഒഴിച്ചിട്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുണ്ടല്ലോ അതിനങ്ങോട്ട് എടുക്കുക. അത് ഈ എണ്ണ നല്ല ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് ഇടാം കേട്ടോ. അതിലേക്ക് ഇട്ടതിന് ശേഷം ഇതിപ്പോൾ ചട്ടി അധികം ചൂടായിട്ടില്ല കേട്ടോ, അതങ്ങനെ. അപ്പോൾ നിങ്ങൾ ചട്ടി നല്ല ചൂടായതിനു ശേഷം ഇങ്ങനെ എണ്ണ ഒഴിക്കുക. ഇതിപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് അങ്ങനെ നല്ല ചൂടാകാൻ നിന്നില്ല, വേഗം ഇങ്ങോട്ട് അല്ലെങ്കിൽ അത് ചിന്നും വേഗം ഈ ചട്ടി. അപ്പോൾ പിന്നെ നമ്മളങ്ങനെ പച്ചമുളകൊക്കെ ഇട്ട് പച്ചമുളകൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ഈ ചെറുതായി അരിഞ്ഞ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് ഇടാം. ഈ എണ്ണയൊക്കെ ഇട്ട് അതങ്ങനെ നല്ല എല്ലാ ചെറിയ ഉള്ളി അങ്ങോട്ട് ഇട്ട് അങ്ങനെ വഴന്ന് വരട്ടെ കേട്ടോ അവിടെ വെച്ചു. പിന്നെ നമുക്ക് ഉപ്പേരി ചപ്പത്തിന് ഉപ്പേരിയൊക്കെ നന്നാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നപ്പോൾ പിന്നെ അതൊക്കെ വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് അത് വേവിക്കാൻ വെച്ചു കേട്ടോ. അത് അങ്ങോട്ട് വേഗട്ടെ എന്നിട്ട് അങ്ങനെ വെച്ചു. നമ്മൾ കുടംപുളി ഇട്ടിട്ടാണ് ചാറ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ കുടംപുളി നേരത്തെ കുതിർത്താൻ വെച്ചു. പിന്നെ അപ്പത്തേനും തേങ്ങ അരപ്പ് കൂട്ടി അതിലേക്ക് ഈ കുടംപുളി വെള്ളം ഒഴിച്ച് പിന്നെ അങ്ങനെ ഇതിന് ഉള്ളിയൊക്കെ അങ്ങനെ മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഒഴിച്ചു. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം, പിന്നെ ആവശ്യത്തിന് ഉപ്പിടാം. പിന്നെ നമുക്ക് അങ്ങനെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒക്കെ നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് അതൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ മൂടി വയ്ക്കാം. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ 2-3 തിളയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ മീനിട്ട് ഒരു 2-3 തിളയൊക്കെ അങ്ങോട്ട് നന്നായി തിളച്ച് വരട്ടെ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചു കേട്ടോ. അപ്പോഴത്തേനും നമ്മൾ ഈ താളിച്ച് കൊട്ട ലാസ്റ്റ് ഈ ചാറ് താളിച്ച് കൊട്ട വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ കുറച്ച് ഉലുവ ഇട്ടു. പിന്നെ കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കൂടി അതിനെ താളിച്ചിട്ടു. അപ്പോഴത്തേക്കും നമ്മുടെ ചോറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറിൽ വെള്ളമൊക്കെ ഒഴിച്ച് അവിടെ ഒന്ന് നന്നായി തിളച്ചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചു. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ചാറിലേക്ക് കൊട്ടിട്ടോ.
അപ്പോൾ എന്താണ് ചാറായി. പിന്നെ നമ്മുടെ ഇത് ഇപ്പോൾ എനിക്കുള്ളതാട്ടോ. ഞാൻ തേങ്ങ അരച്ച് ചാറ് കൂട്ടുണ്ടാവും വെച്ചിട്ട് വെച്ചതാണ്. പിന്നെ ഉപ്പേരിയും മീൻ വറുത്തതും ഒക്കെ ആയി. ഇനിയിപ്പോൾ ഒന്ന് അടിച്ചു വാരി അങ്ങോട്ട് തുടച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണിയൊക്കെ ഇവിടുത്തെ പണിയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് സെറ്റാവും. അപ്പോൾ വേഗം അങ്ങോട്ട് തുടച്ച് റെഡിയാക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഒന്ന് ധൃതി ഉണ്ടല്ലോ കുട്ടികളുടെ സ്കൂളിലേക്ക് പോകണമെന്ന്. അപ്പോൾ അങ്ങോട്ട് വേഗമൊക്കെ അങ്ങോട്ട് ചടപടേ അങ്ങോട്ട് കഴിക്കാൻ വെച്ചിട്ടാ കേട്ടോ. പിന്നെ നമ്മളങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് സ്കൂളിലെത്തി. അപ്പോൾ നമ്മുടെ ഇപ്പോൾ കുറുമ്പിക്കും അഹിയാനിക്കും ക്യാഷ് പ്രൈസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങനെയാണ് ഫസ്റ്റ് കുറുമ്പിൻ്റെ ക്ലാസ്സുകാരനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് UKG-കാരനെ വിളിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒരു നല്ലൊരു സന്തോഷമാണല്ലോ അല്ലേ, നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ ക്യാഷ് പ്രൈസൊക്കെ കിട്ടുമ്പോൾ. അത് ഇവർക്ക് പഠിപ്പിനുള്ളതാണ് കിട്ടിയത് കേട്ടോ. നന്നായി പഠിക്കുന്ന കുട്ടികൾക്കുള്ള സമ്മാനം അവനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതാ അഹിയ മെല്ലെ വരുന്നുണ്ട്. അഹിയാൻ്റെ പേരൊക്കെ വിളിച്ചു. അപ്പോൾ കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണല്ലോ അല്ലേ, നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ സ്റ്റേജിൽ കയറിയിട്ട് ഇങ്ങനെ മേടിക്കുന്ന കാണുമ്പോൾ അല്ലേ. അതാ അങ്കൂസൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അടുത്തത് അവനെ കേട്ടോ. അപ്പോൾ ആളിങ്ങനെ മേടിച്ച് ചിരിക്കനോ വേണ്ടേ പട്ടാ അപ്പോൾ ആൾ നിൽക്കണത്. പിന്നെ ഇതൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഡ്രസ്സ് മാറാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി. ഇതാ അവൻ്റെ കൂട്ടുകാരാട്ടോ. അപ്പം പിന്നെ ആളിനൊന്നും ഇങ്ങനെ ശരിക്കും എടുക്കാൻ നോട്ട്. പിന്നെ ഇപ്പോൾ കുറുമ്പിൻ്റെ പരിപാടി చచ్చిపోతారే. അങ്ങനെ വീട്ടിലേക്ക് എത്തി ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് അങ്കൂസ് ഒരു നല്ല ഉറക്കത്തിലാണ് കേട്ടോ. എന്താണ് സാധാരണ 4 മണിക്ക് വിടണ പോലെ തന്നെ വിട്ടത്. പക്ഷേ ആൾക്ക് നല്ല ക്ഷീണം. ഇപ്പോൾ സമയം ഏകദേശം 5:30 കഴിഞ്ഞു എന്നിട്ട് ആൾ എണീച്ചിട്ടില്ല. എന്താ ചൂടില്ലേ, ഭയങ്കര ചൂട്. ഇപ്പോൾ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ വെളിയിൽ ഇറങ്ങുമ്പോഴാണ് അറിയണതില്ലേ നമ്മുടെ ഈ പാലക്കാടിൻ്റെ ചൂട് ഇത്ര തോന്നുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഉള്ളിലിരിക്കുമ്പോൾ എന്താ വിചാരിക്കുക, എന്താ ചൂട്, ഭയങ്കര ചൂടുണ്ട്. പക്ഷെ ശരിക്കത്തെ ചൂട് വെളിയിൽ ഇറങ്ങിയാലേ അറിയുള്ളൂ. അമ്മോ എന്താ വരുന്ന ചൂട് എന്ന് പറഞ്ഞു. പിന്നെ നമ്മളങ്ങനെ ഇങ്ങോട്ടൊക്കെ വന്ന് പിന്നെ ആക്കിയാനൊക്കെ ഇങ്ങോട്ട് ഉറങ്ങിയല്ലോ. അപ്പോൾ ഇപ്പോൾ അവനെ എണീക്കലും പിടിക്കലൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടിരിക്കാം. അപ്പോൾ ഇനി കാണും വരയ്ക്കും ടാറ്റാ.